നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നാം അവതരിപ്പിക്കുന്നത് മേടസംക്രമവും അതിന്റെ ഫലങ്ങളുമാണ്. മേടസംക്രമ ഫലവും സംക്രമ ഫലത്തിൽ വരുന്നത് സൂര്യസംക്രമത്തിന്റെ ഫലവും അതേപോലെ തന്നെ ദേവതാ ഉദയത്തിന്റെ ഫലവും പ്രത്യേകമാണ്. മറ്റ് നക്ഷത്ര ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചന രീതിയാണ് ഇത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോയെ സമീപിക്കുക. 27 നക്ഷത്രങ്ങളുടെയും പ്രത്യേകം അത്തരത്തിൽ സംക്രമ ഫലവും നക്ഷത്ര ഫലങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്ര ഫലങ്ങളും പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ദേവതാ ഫലവും സംക്രമ ഫലവും നക്ഷത്ര ഫലവും ഒക്കെ പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കാം. എല്ലാത്തിലും നല്ലത് വരികയാണെങ്കിൽ അത് ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദവും, മധ്യമമാണ് എങ്കിൽ അതിനനുസരിച്ചും, ദോഷമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്ത് വരുന്ന ഒരു വർഷക്കാലം മുന്നോട്ട് പോവുക. അതായത് മേടമാസത്തിലെ സംക്രമവും അതിനുശേഷം അടുത്ത മേടം വരെയുള്ള സംക്രമത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 തീയതി വിഷു മുതൽ കൊല്ലവർഷം 1202 ആണ്ട് മീനമാസം അവസാനം വരെയുള്ള ഒരു വർഷത്തെ വിഷു സംക്രമ ഫലവും ദേവതാ ഫലവും നക്ഷത്ര ഫലവുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അതായത് 2026 വിഷു മുതൽ അടുത്ത വിഷുവിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലം. ഇപ്പോൾ നമുക്ക് ചിത്തിര നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് ചിത്തിര നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ നോക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് അന്ത്യശൂലമാണ്. അതുകൊണ്ട് തന്നെ ആയുധം, പശു, പക്ഷി, മൃഗാദികൾ എന്നിവ മൂലം ദേഹത്ത് മുറിവ്, രോഗം, ആപത്ത് എന്നിവയൊക്കെ ഉണ്ടാകാം. ദേവതയായ ശിവഭഗവാനാണ്. അതുകൊണ്ട് തന്നെ മനോദുഃഖവും കുടുംബ സുഖഹാനിയും ലഭിക്കാം. ഇനി നമുക്ക് ചിത്തിര നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ചിത്തിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഉത്സാഹശീലരും, പ്രമാണരേഖകൾ ചമയ്ക്കുന്നവരും, സൗന്ദര്യമുള്ളവരും, സ്വന്തം ഭവനം വെടിഞ്ഞു താമസിക്കുന്നവരും, സ്വന്തമായി ധനം സമ്പാദിക്കുന്നവരും, നല്ല വാക്കുകൾ പറയുന്നവരും, കോപശീലരുമാണ്. സ്ത്രീകൾ വിചിത്രമായിട്ടുള്ള ആഭരണപ്രിയരും സൗന്ദര്യവതികളുമായിരിക്കും. 6-ൽ രാഹുവും 7-ൽ ശനിയും 10-ൽ വ്യാഴവും ചാരവശാൽ സഞ്ചരിക്കുന്ന ഈ വർഷക്കാലം സ്ഥാനഭ്രംശവും അർത്ഥനാശവും കാര്യവിജയവും ഉണ്ടാകുന്നതാണ്. പുതിയ ആശയങ്ങളും നൂതനമായിട്ടുള്ള കാര്യങ്ങൾ, സംരംഭങ്ങൾ പഠിച്ച് ആരംഭിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതാണ്. കടം കൊടുത്ത പണം പല സന്ദർഭങ്ങളിലായി തിരികെ വാങ്ങുന്നതാണ്. വർഷാവസാനം സമ്പത്ത്, പ്രതാപം, ഐശ്വര്യം എന്നിവ ഉണ്ടാകുന്നതാണ്. 3-4 വയസ്സുവരെയുള്ള കുട്ടികളെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വീഴ്ച പറ്റാതെ ഇവരെ രക്ഷകർത്താക്കൾ വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിക്കുക. 3 മുതൽ അതിനു മുകളിൽ 21 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ചില ക്ലേശങ്ങൾ ഉണ്ടാകുമെങ്കിലും ക്രമാനുഗതിയായിട്ടുള്ള വിദ്യയും വിജയവും ഇവർക്ക് ലഭിക്കുന്നതാണ്. 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസം, വിവാഹം, ജോലി, സമ്പത്ത് എന്നിവ ആർജിക്കാൻ ഈ വർഷം കഴിയുന്നതാണ്. 37 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ളവർക്ക് ശ്രദ്ധിച്ചാൽ ഈ വർഷവും നല്ല ഫലങ്ങൾ നേടാൻ കഴിയും. എടുത്തു ചാടിയുള്ള പ്രവൃത്തികൾ ഒഴിവാക്കുക. ആരോഗ്യ പരിചരണവും ആവശ്യമാണ്. പൊതുവെ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അനുഭവമായിരിക്കും. 56 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ളവർക്ക് കുടുംബ സമാധാനവും സന്തോഷവും ലഭിക്കുന്നതാണ്. 73 വയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം ആരോഗ്യപരമായി അത്ര മെച്ചമായിരിക്കില്ല. മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ച് മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കുക. ഈശ്വര ഭജനവും ദുരിതശമനത്തിന് നല്ലതാണ്. ഈശ്വരപ്രീതി വരുത്തുക. കന്നി, തുലാം രാശികളിൽ സമോഹരികളായി വരുന്ന നക്ഷത്രമാണ് ചിത്തിര അഥവാ ചിത്ര. കൊല്ലവർഷം 1201 വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള കാലഘട്ടം തുലാക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണാധിക്യം ഭവിക്കുന്ന ഗ്രഹസ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ന്യായമായിട്ടുള്ള അഭീഷ്ടങ്ങൾ നേടാൻ സാധിക്കുന്നതാണ്. മത്സരങ്ങളിൽ വിജയശ്രീ ലാളിതരാകുന്നതാണ്. അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം നടത്തി ഉദ്യോഗം നേടിയെടുക്കുന്നതാണ്. സംരംഭങ്ങൾക്ക് സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കുന്നതാണ്. പൊതുവെ ഭാഗ്യപുഷ്ടിയുള്ള കാലമാണ്. പല വഴികളിലൂടെ ധനാഗമവും ഉണ്ടാകുന്നതാണ്. വിഘ്നങ്ങളെ മറികടന്ന് പ്രണയിക്കുന്നവർക്ക് ഒന്നിക്കാനാകുന്ന സമയമാണ്. തുലാക്കൂറുകാരായിട്ടുള്ളവർക്ക് 5-ലെ രാഹുസ്ഥിതി മൂലം മക്കളുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകളൊക്കെ ഉണ്ടായേക്കാം.
6ാം ഭാവത്തിലെ ശനി രോഗശാന്തിയും നൽകുന്നതാണ്. കന്നിക്കൂറുകാരായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളിൽ പോരാടി മുന്നേറേണ്ടി വന്നേക്കാം. നിരുന്മേഷകത അനുഭവപ്പെട്ടേക്കാം. ചിലപ്പോൾ നിസ്സംഗതയും തോന്നാൻ ഇടയുണ്ട്. വീട് പുതുക്കാൻ സാധിച്ചേക്കില്ല. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പ്രണയകാര്യത്തിൽ ഉദാസീനതയും ഉണ്ടാകാം. വിവാഹ സാഫല്യം നീണ്ടുപോകാൻ ഇടയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.